ലോകരക്ഷകനായ യേശുക്രിസ്തുവിനോടൊപ്പം മാതാവായ കന്യകാമറിയത്തെയും സഹരക്ഷകയായി വിശേഷിപ്പിക്കുന്നതിനെതിരെ വത്തിക്കാന്റെ ശക്തമായ നിർദ്ദേശം. ലിയോ 14 മാർപ്പാപ്പയുടെ അനുമതിയോടെ പുറത്തിറക്കിയ പുതിയ ഉത്തരവിൽ ലോകത്തിലെ 1.4 ബില്യൺ കത്തോലിക്കരോട് ഈ വിശേഷണം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിച്ചു. ക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും വിശ്വാസ സത്യങ്ങളിൽ അസന്തുലിതാവസ്ഥ വരുത്താനും ഈ വിശേഷണത്തിന് സാധിക്കുമെന്നും വത്തിക്കാന്റെ ഉന്നത സിദ്ധാന്ത കാര്യാലയം പുറത്തിറക്കിയ രേഖയിൽ പറയുന്നു. യേശു തന്റെ അമ്മയായ കന്യകാമറിയത്തിൽ നിന്ന് ജ്ഞാനവചനങ്ങൾ കേട്ടിരിക്കാമെങ്കിലും ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർ യേശുവിനെ സഹായിച്ചില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. യേശു ഒറ്റയ്ക്കാണ് ലോകത്തെ രക്ഷിച്ചത്. ഈ പദവി ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ സത്യങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. പതിറ്റാണ്ടുകളായി മുതിർന്ന സഭാ നേതാക്കളെ കുഴപ്പത്തിലാക്കുകയും സമീപകാല പോപ്പുമാർക്കിടയിൽ പോലും അപൂർവമായ പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത ഒരു ആഭ്യന്തര ചർച്ചയ്ക്ക് ഈ നീക്കം ഒരു പരിഹാരം കാണുന്നു. സഹരക്ഷക എന്ന പദവി ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കില്ല. ഈ പദവി ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ സത്യങ്ങളുടെ ഐക്യത്തിൽ ആശയക്കുഴപ്പവും അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാവുകയും ചെയ്യും. അറിയിപ്പിൽ പറയുന്നു. ദശാബ്ദങ്ങളായി സഭയിലെ ഉയർന്ന വൈദികർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ആന്തരിക തർക്കത്തിനാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പരിഹാരമാകുന്നത്. സമീപകാലത്തെ പല മാർപ്പാപ്പകൾക്കിടയിലും ഇത് തുറന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും ഇടയാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തിയെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ മാതാവ് എന്ന് പല ക്രൈസ്തവരും വിളിക്കുന്ന കന്യകാമറിയം യേശുവിനോടൊപ്പം ലോകത്തെ രക്ഷിക്കുന്നതിൽ പങ്കാളിയായിരുന്നോ എന്നതിനെക്കുറിച്ച് നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർക്കിടയിൽ സംവാദങ്ങൾ നടന്നിരുന്നു. മുൻ മാർപ്പാപ്പയായ ഫ്രാൻസിസ് സഹരക്ഷക എന്ന വിശേഷണത്തെ ശക്തമായി എതിർത്തിരുന്നു. 2019 അദ്ദേഹം ഇതിനെ വിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അവർ ഒരിക്കലും തന്റെ പുത്രനിൽ നിന്ന് ഒന്നും തനിക്ക് വേണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ബെനഡിക്ട് 16 ഈ പദവിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇതിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും സിദ്ധാന്ത കാര്യാലയം സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ 1990കളുടെ മധ്യത്തോടെ അദ്ദേഹം പൊതുവേദിയിൽ ഈ പദവി ഉപയോഗിക്കുന്നത് നിർത്തലാക്കി. പുതിയ വത്തിക്കാൻ നിർദ്ദേശം ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥ എന്ന നിലയിൽ കന്യകാമറിയത്തിന്റെ പങ്ക് എടുത്തു കാണിക്കുന്നു. യേശുവിനെ പ്രസവിച്ചതിലൂടെ രക്ഷയുടെ കവാടങ്ങൾ തുറന്നുകൊടുക്കാൻ അവർക്ക് സാധിച്ചുവെന്ന് രേഖ വ്യക്തമാക്കുന്നു.